എല്ലാ കൂട്ടുകാർക്കും വയനാട് ടച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാറ്റ്സ് ക്ലോ എന്ന് പറയുന്ന വള്ളിച്ചെടി ഒരു വീടിൻ്റെ മതിലിൽ തീർത്ത ഒരു മാജിക്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. ക്യാറ്റ്സ് ക്ലോ ഇഷ്ടമുള്ളവരെന്ന് മാത്രമല്ല, വള്ളിച്ചെടികൾ ഇഷ്ടമുള്ളവരും പൂച്ചെടികൾ ഇഷ്ടമുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നറിയാം. ഇനി പൂച്ചെടികൾ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഈ ചെടി ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നത്. എന്തൊരു രസമാണെന്ന് പറയാം കാണാൻ. ഇത് വയനാട് ജില്ലയിലെ മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വീട്ടിലിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടതാണ്. അപ്പോൾ ആ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ആളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാമെന്ന് കരുതി, പക്ഷേ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് ആരുടെ വീടാന്ന് പോലും നമുക്കറിയില്ല. ആ ആളുകൾ യാദൃശികമായി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണെങ്കിലും അടിപൊളിയായിട്ടാണ് അവർ ഈ ക്യാറ്റ്സ് ക്ലോ എന്ന് പറയുന്ന ചെടി വളർത്തിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷവും മനസ്സിനും കണ്ണിനൊക്കെ ഒരു കുളിർമയൊക്കെ കിട്ടുന്നൊരു കാഴ്ചയാണ് ഇത്. ഇതിന് ക്യാറ്റ്സ് ക്ലോ എന്ന് പേര് വരാൻ കാരണം എന്താ പറയുക, ഇതിലൊരു മുള്ളു പോലത്തെ ഒരു സാധനമുണ്ട്. അത് പൂച്ചേൻ്റെ നഖം പോലെ തന്നെയാണ്. അത് നമ്മുടെ കയ്യിലിങ്ങനെ പൂച്ച മാന്തുമ്പോഴൊക്കെ ഉള്ള പോലെ അത് നമ്മുടെ കയ്യിലിങ്ങനെ പറ്റിപ്പിടിക്കും. അത് ഓരോ ചെടിക്കും അങ്ങനത്തെ ഓരോ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ക്യാറ്റ്സ് ക്ലോ എന്ന് പറയുന്നത്. എന്തൊരു ഭംഗിയെന്ന് നോക്കുക, നമുക്ക് എണ്ണാൻ പറ്റാത്ത രീതിക്കാണ് പൂക്കളിങ്ങനെ നിറഞ്ഞ് 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 തുളുമ്പി ഇങ്ങനെ നിൽക്കുവാണ് മതിലിൻ്റെ പുറത്തേക്ക്. ഇത് വീടിൻ്റെ സൈഡിലേക്കല്ല, പുറത്തേക്കാണ്, റോഡിൻ്റെ വശത്തേക്കാണ് ഈ ഒരു ഭംഗിയുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ സ്ഥിതി എന്നറിയില്ല കേട്ടോ. ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയിട്ടില്ല, പുറമേ നിന്ന് മാത്രമാണ് ഞങ്ങളിത് കണ്ടത്. എന്താണെങ്കിലും ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ഭംഗി. പല സ്ഥലങ്ങളിലും ക്യാറ്റ്സ് ക്ലോ വളർത്തിയത് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് ഭംഗിയുള്ളൊരു കാഴ്ച നേരിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ക്യാറ്റ്സ് ക്ലോ നമ്മുടെ ഗാർഡനിൽ സെയിലും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ ചെടികൾ, അതായത് ചട്ടികളിലൊക്കെ നല്ല രീതിക്ക് വളർത്തിയിട്ടുണ്ട് എന്നല്ലാതെ ഇത്രയ്ക്കും പടർത്തി ഞങ്ങൾ വളർത്തിയിട്ടില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ ഗാർലിക് വൈനൊക്കെയാണ് ഇതുപോലെയുള്ളത്. ക്യാറ്റ്സ് ക്ലോ ഇത്ര ഭംഗിയിൽ നമ്മൾ വളർത്തിയിട്ടില്ല, അതാണ് സത്യം. ഇതിൻ്റെ തൈകളൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഇത്രയും ഭംഗിയുള്ളൊരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പുതിയൊരു കാഴ്ചയായിരിക്കും ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസമാണ്. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ടും മതിയാവാതെ ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. റോഡിൽ കൂടെ അങ്ങനെ വണ്ടികളൊക്കെ തുരേ പോകുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഈ ചെടി കണ്ടിട്ട് അങ്ങ് സ്റ്റക്കായിപ്പോയി, അതാണ് സത്യം. ഇതാണ് നമ്മുടെ ഗാർഡനിലുള്ള ക്യാറ്റ്സ് ക്ലോൻ്റെ തൈകൾ. ഈ തൈകൾ വാങ്ങി നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചാൽ ഒരു 3 മാസം കൊണ്ടൊക്കെ 2-3 മാസം കൊണ്ടൊക്കെ നല്ലോണം പടർന്ന് തുടങ്ങും. അത്യാവശ്യം നല്ലോണം വള്ളിയൊക്കെ ആയി തുടങ്ങിയ തൈകളാണ് ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ് കേട്ടോ. നല്ലൊരു വള്ളിച്ചെടിയാണല്ലോ. നിങ്ങളിപ്പോൾ കണ്ടല്ലോ ക്യാറ്റ്സ് ക്ലോ എത്ര ഭംഗിയിലത് വളരുന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മതിലിലൂടെ വളർത്താൻ താല്പര്യമില്ലെങ്കിൽ മേലേക്കില്ല, മരത്തിൻ്റെ മേലേക്ക് കയറ്റി വിട്ടാലും ഇതുപോലെ തന്നെ ഒരു മരം നിറയെ ഈ മഞ്ഞയും പച്ചയും ഇടകലർന്ന് ഇങ്ങനെ അങ്ങ് നിൽക്കും. അങ്ങനെയും വളർത്താം. ഇനിയിപ്പോൾ മേലേക്കും പടർത്തണ്ട, മതിലിലും പടർത്തണ്ട, ചട്ടിയിൽ വളർത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ ചട്ടിയിലും വളർത്താം. അങ്ങനെ ഏത് രീതിക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ക്യാറ്റ്സ് ക്ലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൂച്ചേൻ്റെ നഖം പോലെയുള്ള സാധനം ഈ ചെടിയിൽ. അപ്പോൾ ഈ ഒരു സാധനത്തിലുള്ളത് കൊണ്ടാണ് ഇതിന് ക്യാറ്റ്സ് ക്ലോ തന്നെ പേര് വരാൻ കാരണം. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്നും അറിയില്ലായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ക്യാറ്റ്സ് ക്ലോ. ഈ ഒരു പൂവ് കാണുമ്പോൾ പൂച്ചയുമായിട്ട് ഒരു ബന്ധവും തോന്നില്ലല്ലോ. അപ്പോൾ ചിലർക്കൊന്നും അറിയില്ലായിരിക്കും. ഇതിങ്ങനെ ഈ ചെടി അടുത്ത് വന്ന് തൊട്ടാൽ മാത്രമേ നമുക്കിത് എന്തുകൊണ്ടാണ് ക്യാറ്റ്സ് ക്ലോ എന്ന് വിളിക്കുന്നതെന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യാറ്റ്സ് ക്ലോൻ്റെ മനോഹരമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. കാരണം അത്രയും ഭംഗിയുള്ളൊരു കാഴ്ചയാണല്ലോ. പിന്നെ നമ്മുടെ ഗാർഡനിൽ ഇതിൻ്റെ ചെടികളുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതുമാണ്. ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.